ദില്ലിയിൽ സ്കൂളുകൾക്ക് നേരെ ബോംബ് ഭീഷണി തുടരുന്നു. 16 സ്കൂളുകൾക്കാണ് ഇന്ന് ഭീഷണി സന്ദേശം ലഭിച്ചത്. പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി സ്വാതി ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. സ്വാതി, ഇതൊരു വലിയ തമാശയായി മാറുകയാണ്. ദില്ലിയിലെ സ്കൂളുകളുടെ വിവരവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയം ഒരു ഇരുട്ടിൽ തപ്പുന്ന സാഹചര്യം. നേരത്തെ വിമാനങ്ങൾക്കടക്കം ബോംബ് ഭീഷണി, അതിന് പിന്നാലെ നിരന്തരം സ്കൂളുകൾക്ക് നേരെ ബോംബ് ഭീഷണി. എന്താണ് ആഭ്യന്തര മന്ത്രാലയം പറയുന്നത്? സിജു സൂചിപ്പിച്ച പോലെ തന്നെ ഈ ആഴ്ചയിൽ തന്നെ രണ്ടാം തവണയാണ് ഇപ്പോൾ സ്കൂളുകൾക്ക് നേരെ ബോംബ് ഭീഷണി സന്ദേശം എത്തുന്നത്. ഇന്ന് 16ഓളം സ്കൂളുകൾക്ക്, ദില്ലിയിലെ 16ഓളം സ്കൂളുകൾക്ക് ഇമെയിൽ വഴി ബോംബ് ഭീഷണി സന്ദേശം എത്തുകയായിരുന്നു. ഈ സന്ദേശം എത്തിയതിന് പിന്നാലെ തന്നെ സ്കൂൾ അധികൃതർ രക്ഷിതാക്കൾക്ക് വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് അയക്കരുത് എന്ന നിർദ്ദേശം കൈമാറിയിരുന്നു. അതിന് പിന്നാലെയാണ് പോലീസും ബോംബ് സ്ക്വാഡും സ്കൂളിലെത്തി പരിശോധനകൾ നടത്തിയത്. എന്നാൽ ഈ പരിശോധനയിൽ സംശയാസ്പദമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ നിരന്തരമായി വിമാനത്താവളങ്ങൾക്കും ആശുപത്രികൾക്കും അതോടൊപ്പം തന്നെ സ്കൂളുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ വ്യാജ ഭീഷണി സന്ദേശങ്ങൾ എത്തുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഒരു വ്യക്തതയും അല്ലെങ്കിൽ ഒരു പ്രതികരണവും ഉണ്ടാകാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആം ആദ്മി പാർട്ടിയും കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്തിയിരുന്നു. ഇവിടുത്തെ ദില്ലിയിലെ സ്കൂളുകൾക്ക് നിരന്തരമായി ഉണ്ടാവുന്ന വ്യാജ ഭീഷണി സന്ദേശങ്ങൾ, ബോംബ് ഭീഷണി സന്ദേശങ്ങൾ ഏറ്റവും ഗുരുതരമാണ്, ആശങ്കാജനകമാണ് എന്നുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള കെജ്രിവാൾ അടക്കം പ്രതികരിച്ചിട്ടുള്ളത്. ദില്ലിയിൽ സ്കൂളുകൾക്ക് നേരെ വീണ്ടും ഭീഷണി, മിണ്ടാട്ടമില്ലാതെ ആഭ്യന്തര മന്ത്രാലയം.